ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടി.വി.കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. बीते सालों में सोलर पावर के मामले में भारत दुनिया के टॉप देशों में पहुंच गया है. CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है. लेकिन अब आज समय की ये भी मांग है, पेट्रोल, डीजल, गैस ऐसी चीजों का बहुत संयम से इस्तेमाल करें. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോറ്റേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൺ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവർത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1ാം സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനത്താണ് നിരണം എത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനൽ അവധിക്കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഒരാഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ C. ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.